നോട്ടത്തിൽ മായ ഭയത്തോടെ പുറകിലേക്ക് നീങ്ങി നിന്നു. ആദർശ് അവനെ തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മായക്കിട്ടൊന്ന് കൊടുക്കാനാഞ്ഞ അരുണിയെ വിധി പിടിച്ചു നിർത്തിയിരുന്നു. അവൻ്റെ നോട്ടം ശ്രീയിലായിരുന്നു. ഇവളെ വീഴ്ത്തി നേടേണ്ടതെല്ലാം നീ നേടിയില്ലേ? ഇനിയും അടിതെറ്റി വീഴ്ത്താനാണ് ഭാവമെങ്കിൽ നിന്നെ പുതപ്പിക്കാൻ ഒരു കോടി മുണ്ട് കരുതി വെച്ചിട്ടാവണം അതിന് ശ്രമിക്കേണ്ടത്. മായയെ നോക്കി പകയോടെ അവനത് പറയുമ്പോഴാണ് ആദർശിന് കാര്യം മനസ്സിലാവുന്നത്. അവൻ മായയെ തുറച്ചു നോക്കി. അവൾ ചുണ്ടുകൊട്ടി മാധവിയെ നോക്കി. വിധു കൈകെട്ടി നിന്നു. ശ്രീ, വേണ്ട, പോവാം. വിച്ചു പതുക്കെ പറഞ്ഞുകൊണ്ട് കോടതി മുറ്റത്തേക്ക് ഇറങ്ങി. വരാന്തയിൽ കൂടി നിന്ന് ചിലർ അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ മാധവി അവളുടെ പുറകെ പോയി. ആളൊഴിഞ്ഞെടുത്ത് പോയി വിച്ചു തിരിഞ്ഞതും മാധവി അവളുടെ തൊട്ട് പുറകെ എത്തിയിരുന്നു. പിന്നാലെ മറ്റുള്ളവരും. ഒന്ന് പോകുമ്പോൾ അടുത്തത്. നിന്റെ വശീകരണ മന്ത്രം കൊള്ളാലോടി. ഏതാ പുതിയവൻ? എൻ്റെ മൂത്ത സന്താനം ഇപ്പം നിന്റെ കൂടെയാണ് പുറതെന്നാണല്ലോ നാട്ടുകാർ പറഞ്ഞറിഞ്ഞത്. വിച്ചുവിനെ നോക്കി ചുണ്ടുകോട്ടി മാധവി പറഞ്ഞപ്പോൾ അവൾ അവരെ നോക്കി നിന്നു. ആദർശനും ശ്രീ ആരാണെന്നറിയണമെന്നുണ്ടായിരുന്നതിനാൽ മൗനം പാലിച്ചു നിന്നു. മായ പുച്ഛത്തോടെ അവളെ നോക്കി. വിധു മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. അതെ, നിങ്ങളൊരു പരാജയമായതുകൊണ്ടതള്ളേ. ഈ പഴം വിഴുങ്ങി ഇളയ മോനെ പോലെയല്ല ആദിയേട്ടൻ. കുറച്ച് കൂടി വിവരമുള്ളത് കൊണ്ട് അവിടുന്ന് മാറി. ഇല്ലെങ്കിൽ ഇവൾ ആദിയേട്ടനെ കറക്കിയെടുക്കാൻ നോക്കിയേനെ. അരുണി ചവിട്ടിത്തുള്ളി മാധവിയുടെ മുന്നിൽ കയറി നിന്ന് പറഞ്ഞതും മാധവി ദേഷ്യത്തോടെ അവളെ നോക്കി. ദേ പെണ്ണേ, നീ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വരണ്ട. നിനക്ക് കല്ലേരിച്ചിട്ട് തിളപ്പ് കൂടുതലാണ്. ഞാൻ വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. നിങ്ങളെൻ്റെ വിച്ചുവിനോട് കാണിച്ചതൊന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എനിക്ക്. അരുണി കൈ ചൂണ്ടി അവർക്ക് നേരെ ദേഷ്യത്തോടെ പറഞ്ഞു. എങ്കിൽ നീ എന്നെ തല്ലടി. നരുന്തേ. മാധവിയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവളോട് മുരണ്ടു. വിധു പകച്ചുകൊണ്ട് നോക്കി. വേണമെങ്കിൽ അരുണി അങ്ങനെയും ചെയ്യുമെന്ന് അവനറിയാമായിരുന്നു. അരുണി മാധവിയുടെ മുന്നിലേക്ക് കൈ നീട്ടി വീശിയടിച്ചു. മാധവി കവിളിൽ കൈവച്ച് പേടിയോടെ നീങ്ങി നിന്നു. പക്ഷേ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറിയത് മായയുടെയായിരുന്നു. അവൾ കറങ്ങി ആദർശിനെ ചാരി നിന്നുപോയി. അരുണി കൈ കുടഞ്ഞുകൊണ്ട് മാധവിയെ നോക്കി. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ തല്ലിയ കളി മാറുമെന്ന് എനിക്കറിയാം. തീരെ പൊട്ടിയല്ല ഞാൻ. അരുണി കൈകെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. ഡോ, വിളിച്ചോട് പോടോ രണ്ടേ. ഇവിടെ നിന്ന് ഇനിയൊരു സീൻ ഉണ്ടാക്കാതെ. വിധു മുന്നോട്ട് വന്ന് ആദർശിനെ നോക്കി പറഞ്ഞു. ആദർശ് മാധവിയോട് വരാൻ പറഞ്ഞെങ്കിലും അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു. എടി, നീ എൻ്റെ മോളെ തല്ലിയല്ലേ? അരുണിക്ക് നേരെ കൈ ഓങ്ങിയപ്പോൾ വിച്ചു അവരുടെ കൈ തടഞ്ഞു. ഇതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു അവൾക്കപ്പോൾ. മാധവി അവളുടെ കണ്ണിലെ തീക്ഷ്ണതയിൽ ചെറുതായി പതറി. അവൾക്ക് അർഹതയുള്ളത് അരുണി കൊടുത്തു. പക്ഷേ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ ദുഷിച്ച മനസ്സുള്ള ശരീരത്തിലെ ഈ കൈ എൻ്റെ അരുണിയുടെ നേർക്ക് ഉയരരുത്. ഉയർന്ന ഇനി ആരുടെയും നേർക്ക് കൈ ഉയർത്താൻ കഴിഞ്ഞത് വരില്ല നിങ്ങൾക്ക്. മാധവിയുടെ കൈ ശക്തിയിൽ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് വിച്ചു പകപ്പോടെ പറഞ്ഞു. ശ്രീ അത്ഭുതത്തോടെയായിരുന്നു അവളെ നോക്കി നിന്നത്. അരുണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. വിച്ചു ആദർശിൻ്റെ നേരെ മുന്നിൽ നിന്നു. അവൻ അവളെ മുഖം ചൊളിച്ചു നോക്കി. കഴുത്തിൽ കിടന്ന താലിമാല ഊരി അവൾ അവന് നേരെ ഉയർത്തിപ്പിടിച്ചു. ആദർശ് അവളെയും താലിയിലേക്കും നോക്കി. ഇത് നിങ്ങളെൻ്റെ കഴുത്തിൽ കെട്ടിയ കയർ. എന്ന് നിങ്ങളിതെൻ്റെ കഴുത്തിൽ കെട്ടിയോ അന്നു മുതൽ സന്തോഷവും സമാധാനവും അറിഞ്ഞിട്ടില്ല ഞാൻ. ഓരോ തവണയും ആ വീട്ടിൽ ഞാൻ മുറിവേൽക്കപ്പെടുകയായിരുന്നു. കണ്ണു തുറന്ന് അന്ധതയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഞാനെന്ന പെണ്ണിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സ് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് വെച്ചോ, അടുത്ത കറവ പശു അടുത്തു തന്നെ നിൽക്കുമല്ലേ, കെട്ടിക്കൊടുക്ക്. അവൻ്റെ കയ്യിൽ താലി അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു മാധവിയെ നോക്കി. ഇവളെ ഇയാളുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കാനായിരുന്നു നിങ്ങളിതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ചോദ്യം, അങ്ങനെയായിരുന്നു നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ പിന്നെ എന്തിന് എൻ്റെ ജീവിതം തകർത്തു? ആദ്യമേ ഇവളെ അങ്ങ് കെട്ടിച്ചു കൊടുത്തുകൂടായിരുന്നു നിങ്ങൾക്ക്? പിന്നെ ഏട്ടൻ്റെ ജീവിതം തകർത്തതും നിങ്ങൾ തന്നെയല്ലേ? പാവപ്പെട്ടൊരു പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ ശാപം നിങ്ങളുടെ തലയ്ക്ക് മീതെ വാളായി തൂങ്ങുന്നുണ്ടെന്ന് ഓർത്തോ? ഇവളെ കെട്ടി വാഴിച്ചോ? വൈകാതെ നിങ്ങളെ ഇവൾ തെരുവിലേക്ക് വലിച്ചെറിയുന്ന നാളുകൾ വിദൂരമല്ല. കണക്കുകൾ ദൈവം തീർക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കാം. വിച്ചു പുച്ഛത്തോടെ അവരെ നോക്കി പറഞ്ഞു. ആദർശ് താലി കയ്യിൽ ചുരുട്ടി പിടിച്ചു നിന്നു. മനസ്സിലെവിടെയോ ഒരു പിടച്ചിൽ അവൻ അനുഭവപ്പെട്ടു. നിന്നെ ആര് കെട്ടാൻ അടിമച്ചി? ഒരു കൊച്ചിനെ പ്രസവിക്കാൻ കഴിയാത്തവളാ വലിയ ന്യായം പറയുന്നത്. അവരുടെ വാക്കുകൾ കേട്ട് വിച്ചുവിൻ്റെ കാലുകൾ നിശ്ചലമായി. വിധു വർദ്ധിച്ച ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അമ്മേ! ആദർശ് വിലക്കി അവരെ വിളിച്ചു. സത്യമറിയാവുന്നവൻ അവരെ തടയാൻ ശ്രമിച്ചു. മായ വിജയീഭാവത്തിൽ വിച്ചുവിനെ നോക്കി. നീ മിണ്ടാതിരിടാ. ഇവളെ കൊണ്ട് നിനക്കൊരു കൊച്ചിനെ തരാൻ കഴിഞ്ഞിട്ടുണ്ടോ?
എന്നിട്ട് അവൾ വലിയ ശീലാവധി ചമയുന്നു. ഇനി അറിഞ്ഞൊരുത്തന് ഇവളെ കെട്ടില്ല. കെട്ടുന്നെങ്കിൽ വല്ല കിളവനോ അംഗവൈകല്യം ബാധിച്ചവനോ ആയിരിക്കും. അല്ലാതെ ഈ മച്ചി ഇനി ആര് കെട്ടും? മാധവി അറപ്പോടെ അവളെ നോക്കി പറഞ്ഞു. ഞാൻ കെട്ടും, ശ്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. വിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് മാധവിയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. വിച്ചു പകപ്പോടെ അവനെ നോക്കി. അരുണി വിടർന്ന കണ്ണുകളോടെ വിധുവിനെ നോക്കി. അവൻ്റെ മുഖത്തും പുഞ്ചിരിയായിരുന്നു. നിങ്ങളിപ്പോൾ പലവട്ടം ഇവളുടെ മാതൃത്വത്തെ അവഹേളിച്ചില്ലേ? പക്ഷേ സമയം കിട്ടുമ്പോൾ മോനോട് ചോദിക്ക്, ഇവൾ എന്തുകൊണ്ടാണ് ഇവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാത്തതെന്ന്. ലോകത്തൊരു പെണ്ണും ഒരു പുരുഷനോടും പൊറുക്കില്ല അവളുടെ മാതൃത്വത്തെ നിഷേധിച്ചാൽ. സ്വന്തം സുഖത്തിനു വേണ്ടി ഇവൻ വിലയ്ക്ക് വാങ്ങിയ കളിപ്പാവ് മാത്രമായിരുന്നു ഇവൾ. 3 വർഷത്തിനിടയ്ക്ക് ഇവളെ കൊണ്ട് എത്ര ബോട്ടിൽ പിൽസ് കഴിപ്പിച്ചു എന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾ പറഞ്ഞില്ലേ ഇവൾ മച്ചിയാണെന്ന്? ഇനി ഒരു പുരുഷനും അറിഞ്ഞുകൊണ്ട് ഇവളെ സ്വീകരിക്കില്ലെന്ന്. കാത് തുറന്നു കേട്ടോ, ഇവൾ എൻ്റെ പെണ്ണ, ഈ ശ്രീകാന്തിൻ്റെ പെണ്ണ്. എന്നിലൂടെ ഇവളുടെ മാതൃത്വത്തിൻ്റെ മഹത്വം നിങ്ങൾ അറിയും. ഇവളുടെ മേൽ ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ. വിച്ചുവിനെ ചേർത്ത് പിടിച്ച് ശ്രീ അവരോട് ഉറപ്പോടെ പറഞ്ഞു. ആദർശ് അസ്വസ്ഥതയോടെ അവനെ നോക്കി. പക്ഷേ വിച്ചുവിൻ്റെ കാതുകളിൽ ആ വാക്കുകൾ മാത്രം വീണ്ടും മുഴങ്ങിക്കേട്ടു. ഇവൾ എൻ്റെ പെണ്ണാണ്, ഈ ശ്രീകാന്തിൻ്റെ പെണ്ണ്. എന്നിലൂടെ ഇവളുടെ മാതൃത്വത്തിൻ്റെ മഹത്വം നിങ്ങൾ അറിയും. ജന്മം നൽകിയില്ലെങ്കിലും എൻ്റെ മോന് ഇവൾ അമ്മ തന്നെയാണ്. അവനെ ചേർത്ത് പിടിക്കുന്ന ഓരോ നിമിഷവും ഇവളുടെ നെഞ്ചു നീർന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം ഉദരത്തിൽ തഴുകി കണ്ണുനീരോടെ ഇരിക്കുന്നതും എത്രയോ വട്ടം ഞാൻ കണ്ടതാ. പൊറുക്കില്ല ദൈവം നിന്നോട്, മഹാഭാഗ്യത്തെ ഇവളിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചതിന്. ശ്രീ അവസാന ഇടർച്ചയോടെ പറഞ്ഞതും വിച്ചു വിതുമ്പിക്കൊണ്ട് അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. അരുണിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. വിധു അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. ആദർശ് തല കുനിച്ചു നിന്നു. മാധവി ഇനിയുമൊന്നും മനസ്സിലാകാത്ത പോലെ ശ്രീയെ നോക്കി നിന്നു. നിന്നോട് ഇത്രയും ക്രൂരത കാണിച്ചവനോട് ചെറിയൊരു കണക്ക് പടച്ചില്ലെങ്കിലും വേണ്ടേ വിച്ചു? ഇനിയൊരു കടപ്പാട് ബാക്കി വെക്കണോ? വിച്ചുവിനെ നേരെ നിർത്തി ശ്രീ ചോദിക്കുമ്പോൾ അവൾ ആദർശിനെ നോക്കി. അവൻ്റെ മുന്നിൽ നിന്നവൾ കൈവീശി അവൻ്റെ ഇടത് കവളിൽ ഒന്ന് പൊട്ടിച്ചു. ആദർശ് കവളിൽ കൈവച്ച് പകയോടെ അവളെ നോക്കി. ടീ, നീ എൻ്റെ മോനെ തല്ലിയല്ലേ? നിന്നെ ഞാൻ. അവൾക്ക് നേരെ തല്ലാഞ്ഞെങ്കിലും പിന്നിൽ വന്നു നിന്ന വിധുവിനെ കണ്ട് മാധവി കൈകൾ പിൻവലിച്ചു. ഇയാൾക്കിപ്പം ഞാൻ കൊടുത്തത് അർഹിക്കുന്ന സമ്മാനം തന്നെയാണ്. ഓരോ തവണ നിങ്ങൾ എന്നെ മച്ചി എന്ന് വിളിക്കുമ്പോഴും എല്ലാം അറിയാമായിരുന്നിട്ടും മിണ്ടാതെ കേട്ട് നിന്ന് രസിച്ചതിന്. നിങ്ങളുടെ ഈ നിൽക്കുന്ന മകനുണ്ടല്ലോ, സ്വന്തം സുഖത്തിന് വേണ്ടി ഞാൻ അമ്മയാകാതിരിക്കാൻ എനിക്ക് നൽകിയ ഗർഭനിരോധന ഗുളികകളുടെ കുപ്പികൾ എല്ലാം റൂമിൽ തന്നെയുണ്ട്. സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്ക്. പിന്നെ മറ്റൊരു കാര്യം, അവസാനം അടങ്ങാത്ത ആഗ്രഹം കാരണം ഇയാൾ തന്ന പിൽസ് ബോട്ടിലിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് വെറും വൈറ്റമിൻസ് ഗുളികകളായിരുന്നു. അന്നും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. ഇയാൾ അറിയാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തിരുന്നു. എൻ്റെ ശരീരത്തിന് ഒരമ്മയാക്കുന്നതിന് ഒരു തടസ്സവുമില്ല. മകൻ്റെ ആണത്തം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും കുട്ടികളുണ്ടാവില്ല. അവസാനത്തെ ആണിക്കല്ലു അടിച്ചുകൊണ്ട് വിച്ചു അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. മാധവി പകപ്പോടെ ആദർശിനെ നോക്കി. അവൻ്റെ മുഖം വിളറി വെളുത്തു. മായ അസ്വസ്ഥതയോടെ ആദർശിനെ നോക്കി. 3 പേരുടെയും സമാധാനം കളഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. അരുണി കാറിൽ കയറിയെന്ന് പറഞ്ഞപ്പോൾ വിധു ചിരിച്ചുപോയി. ശ്രീ വിച്ചുവിനെ നോക്കി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വെല്ലുവിളിച്ചു പോയതാണ് അവൾ. താൻ പറഞ്ഞതൊക്കെ എങ്ങനെ എടുക്കുമെന്നുള്ള ആധി അവനുണ്ടായിരുന്നു. വിച്ചുവിനെ ശ്രീക്കൊപ്പമാക്കിയിട്ട് വിധുവും അരുണിയും കാർ തിരിച്ചു. യാത്രയിലുടനീളം വിച്ചു നിശബ്ദയായിരുന്നു. ശ്രീ വല്ലായ്മയോടെ അവളെ നോക്കി. വഴിയരികിൽ വണ്ടി നിർത്തി ശ്രീ അവളെ നോക്കി. വിച്ചു, ഞാൻ പറഞ്ഞതിൽ നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? വിച്ചു അവനെ മുഖം തിരിച്ചു നോക്കി. ദേഷ്യമോ? എന്തിന്? നന്ദിയുണ്ട് ശ്രീ, ഒരിക്കലെങ്കിലും അവർക്ക് മുന്നിൽ എന്നെ ജയിപ്പിച്ചതിന്. എനിക്കറിയാം അവർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മുന്നിൽ ഞാൻ തോൽക്കാതിരിക്കാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ശ്രീ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. താൻ മനസ്സ് തുറന്ന് പറഞ്ഞതാണ്. പക്ഷേ വിച്ചു ഇത് തമാശയാണ് കണ്ടതെന്ന് ശ്രീ മനസ്സിലാക്കി. അവൻ സീറ്റ് ബെൽറ്റ് മാറ്റി അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. വിച്ചു അവനെ കണ്ണുകൾ ചുരുക്കി നോക്കി. അവളുടെ കൈകൾ കൈക്കുമ്പിളിലാക്കി ശ്രീ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞത് ജയിക്കാൻ വേണ്ടിയല്ല വിച്ചു, സത്യമാണ്. എൻ്റെ ആത്മാവ് തൊട്ട് പറയുന്ന സത്യം. വന്നൂടെ നിനക്ക് എൻ്റെ ആരുട്ടൻ്റെ അമ്മയായി, എൻ്റെ പഴയ വിച്ചുവായി? വിച്ചു അവനെ പകച്ചു നോക്കി. ശ്രീയുടെ കൈകൾ വിടുവിച്ച് വിച്ചു അവനെ നോക്കി. ശ്രീ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ശ്രീ, നിനക്കപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? അതോ ആരുട്ടിന് അമ്മ വേണമെന്ന് തോന്നിയതുകൊണ്ടാണോ? വിച്ചുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ശ്രീ പകച്ചു നിന്നു. എനിക്കെന്തിനാ വിച്ചു കുറ്റബോധം? നിന്നെ നഷ്ടപ്പെടുമെന്ന് ആദ്യം എനിക്കുണ്ടപ്പോൾ. ആരുട്ടിന് വേണ്ടി മാത്രമാണോ ഞാൻ നിന്നെ കൂടെ കൂട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഒരിക്കലുമല്ല.
സ്വാതി മരിക്കാൻ കാത്തിരുന്നതല്ല, സ്വാതിയെ മറന്നിട്ടുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ നൽകി തുടങ്ങി. എനിക്കായി വീണ്ടും ദൈവം നിന്നെ ആദർശിൽ നിന്നും വേർപിരിച്ചതാണെന്ന് പോലും തോന്നിപ്പോകുന്നു. ശ്രീ അവളെ പ്രതീക്ഷയോടെ നോക്കി. ശ്രീ, ഞാനിപ്പോൾ ആ പഴയ വിച്ചുവല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും നാൾ ഞാൻ അയാളുടെ ഭാര്യയായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ മറ്റൊരു വിവാഹം കഴിച്ചാൽ അയാൾ എനിക്ക് മേൽ ചാർത്തിയ ആരോപണങ്ങൾ ശരിയാണെന്ന് കരുതില്ലേ? സ്വാതി മരിച്ചിട്ട് വർഷം ഒന്നായിട്ടില്ല. അതിനു മുന്നേ നീ മറ്റൊരു വിവാഹം കഴിച്ചാൽ നീയും അവിടെ പഴി കേൾക്കേണ്ടി വരില്ലേ? സ്വാതി മരിച്ചത് ചിലപ്പോൾ നീ കാരണമാണെന്ന് കൂടി പറയും. പഴയ കാമുകനെ വിവാഹം കഴിക്കാനാണ് ഞാൻ അയാൾ ഡിവോഴ്സ് എന്നുകൂടി ആരോപിക്കപ്പെടും. ശ്രീ അവളെ ദേഷ്യത്തോടെ നോക്കി. നാട്ടുകാരാണോ നിനക്ക് ചിലവിന് തരുന്നത്? നാളെ നിന്നെ കെട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നും മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ച് ജീവിക്കാതെ നീ നിനക്ക് വേണ്ടി ജീവിക്കുക. നീ ചോദിച്ചതിലൊരു സത്യമുണ്ട്. ആരൂട്ടിന് വേണ്ടിയാണ് ഞാൻ നിന്റെ സമ്മതം ചോദിച്ചത്. കാരണം അവൻ്റെ മനസ്സിൽ ഇപ്പോൾ അമ്മ നീയാണ്. നിനക്ക് പകരം മറ്റൊരാളെ ഞാൻ അവൻ്റെ അമ്മയാക്കിയാൽ അവൻ അവളെ സ്നേഹിക്കുമോ? നിന്നെപ്പോലെ അവനെ സ്നേഹിക്കുമോ? ഒരിക്കലും വിലപിച്ചു. കാരണം അമ്മ നഷ്ടപ്പെട്ട് കരഞ്ഞ് തളർന്നിരുന്നവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതു മുതൽ, നിന്റെ ചൂടറിഞ്ഞു മുതൽ ആരൂട്ടൻ അമ്മ നീയാ. നീ അവനോട് കാണിച്ച സ്നേഹം സത്യമാണെങ്കിൽ അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നീ മാത്രമേ കടന്നു വരൂ. അതിനായി എത്ര വർഷം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. അതുവരെ മറ്റൊരു പെണ്ണും അവൻ്റെ അമ്മയായി, എൻ്റെ ഭാര്യയായി എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല. അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ശ്രീ കാർ സ്റ്റാർട്ടാക്കി. വീടെത്തുന്നതുവരെയും ഇരുവർക്കുമിടയിൽ മൗനമായിരുന്നു. അവളെ അവിടെ വിട്ടിട്ട് അവൻ യാത്ര പോലും ചോദിക്കാതെ പോയിരുന്നു. വിച്ചുവിൻ്റെ ഹൃദയം വിങ്ങി. സുധയെ അവളെ ചേർത്ത് പിടിച്ചു. ആരോടും ഒന്നും മിണ്ടാതെ അവൾ റൂമിലേക്ക് പോയിരുന്നു. അവളുടെ പുറകെ പോകാനാഞ്ഞ സുധയെ ശങ്കരൻ തടഞ്ഞു നിർത്തി. അവൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, നീ അങ്ങോട്ട് പോകണ്ട. ശങ്കരനെ ദയനീയമായി നോക്കി അവർ സ്വന്തം മുറിയിലേക്ക് പോയി. കോടതിയിൽ നടന്ന സംഭവങ്ങൾ ആദിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വിധു. അമ്മയും മോനും കുറേ വെള്ളം കുടിപ്പിക്കും അവൾ. കാണുന്നത് പോലെ അല്ല ആ മായ. അവളെ കെട്ടിക്കൊണ്ടുപോയ പയ്യൻ ആളൊരു പാവമായിരുന്നു. കല്യാണത്തിന് ഞാനും പോയതാ. അവന് ബാംഗ്ലൂരായിരുന്നു ബിസിനസ്. ഇവളുടെ ആർഭാടവും ധൂർത്തും കാരണം അവൻ്റെ ബിസിനസ് എല്ലാം നശിച്ചു. അവസാനം പൈസ ഇല്ലാത്ത അവനെയും വേണ്ടെന്ന് വെച്ച് ഡിവോഴ്സും വാങ്ങി അവളിഞ്ഞു പോന്നു. വിധു, ശ്രീ പറഞ്ഞത് കാര്യമായിട്ടാണോ? എനിക്കറിയില്ല അതേട്ടാ. അവനെ അങ്ങനെ എവിടെ വന്നെന്നോ അവർക്ക് മുന്നിൽ അവളെ ജയിപ്പിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചതാണോന്നോ എനിക്കറിയില്ല. പക്ഷെ ശ്രീയുടെ കണ്ണുകൾ എനിക്ക് സൂചന തന്നത് അത് അവൻ്റെ മനസ്സിൽ തട്ടി പറഞ്ഞതെന്നാണ്. സത്യത്തിൽ എനിക്കും അതാണ് ആഗ്രഹം ആദിയേട്ടാ. വിധു അവസാനം പതിയെയാണ് പറഞ്ഞത്. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ശ്രീയെപ്പോലെ ഇനി ആരും അവളെ മനസ്സിലാക്കി സ്നേഹിക്കില്ലെന്ന് ഉറപ്പാണ്. ഒരിക്കൽ പിരിഞ്ഞു പോയവരെ ദൈവം വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇനി എന്തും വിച്ചുവിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ മതി. ആദി പറഞ്ഞപ്പോൾ വിധു തലയാട്ടി. വിധു മുറിയിലേക്ക് വരുമ്പോൾ ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. കണ്ണു തുറന്നു നോക്കിയ വിച്ചു അവൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു. വിധു അവളുടെ തലയിൽ തഴുകിക്കൊടുത്തു. എന്താ മോളെ, വിഷമമുണ്ടോ നിനക്ക്? വിച്ചു ഇല്ലെന്ന് തലയാട്ടി. പിന്നെന്തു പറ്റി? വിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവൾ വിതുമ്പിക്കൊണ്ട് ശ്രീ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഉള്ളിൽ തോന്നിയ സന്തോഷത്തെ അടക്കി വെച്ച് വിധു അവളുടെ കണ്ണുകൾ ഒപ്പി അവളെ എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തിരുത്തി. വിച്ചു അവൻ്റെ വയറിലൂടെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു. മോക്ക് ശ്രീ ഇഷ്ടമില്ലേ? വിധു ചോദിച്ചപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി. പിന്നെന്താ ഇപ്പോൾ സങ്കടം? ആരൂട്ടിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് മോക്കറിയാലോ. അവൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഒരു പരിചയവുമില്ലാത്ത ഒരു അന്യ സ്ത്രീയെ ചിന്തിച്ചു നോക്കാൻ അവന് സാധിക്കില്ല. അതായിരിക്കും മോളോട് അവൻ അങ്ങനെയൊക്കെ ചോദിച്ചത്. ആരും നിന്നെ ഫോഴ്സ് ചെയ്യില്ല. മോൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. ഇനിയുള്ള ജീവിതം നീയാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനം എന്തായാലും മോളുടെ കൂടെ ഏട്ടനുണ്ടാവും. ഇപ്പോൾ മോളതോർത്ത് സങ്കടപ്പെട്ടിട്ട. അടുത്ത മാസം മോളുടെ ഈ ഏട്ടൻ്റെ കല്യാണമാണെന്ന് ഓർമ്മ വേണം. നിൻ്റെ ആ കൽബ് എൻ്റെ കരള് പാട്ടുമെന്ന് കണ്ടറിയാം. അതിനെക്കൂടി സഹിക്കണമല്ലോ എൻ്റെ ഈശ്വര. മേലോട്ട് നോക്കി കൈമേർത്തി പറയുന്നവനെ നോക്കി അവൾ പൊട്ടിച്ചിരിച്ചുപോയി. അവളുടെ മുഖം തെളിഞ്ഞപ്പോൾ വിധുവിൻ്റെ മനസ്സും തെളിഞ്ഞു. അവൻ്റെ ഹൃദയതാളം കേട്ട് അവളുടെ കണ്ണുകളിൽ ഉറക്കം വന്നു മൂടി. വിധു അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് നേരെ കിടത്തി മുറി വിട്ടുപോയി. കാറിൽ സ്റ്റിയറിങ്ങിൽ തല വെച്ചുകൊണ്ട് ശ്രീ വിച്ചു പറഞ്ഞ വാക്കുകൾ ഓർത്തു കിടന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആദിയുടെ കയ്യിലെ ബാൻഡേജ് അഴിച്ചിരുന്നു. ഒരു ദിവസം വിച്ചുവിനെ വിളിക്കാൻ ഓഫീസിലേക്ക് പോയതാണ് ആദി. വഴിയിൽ വെച്ചാണ് അവൻ മാധവിയെ കാണുന്നത്. അവരെ കണ്ടിട്ടും അവൻ വണ്ടി നിർത്താതെ പോയി. നൊന്ത് പ്രസവിച്ച തള്ളയെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോകുന്നത് കണ്ടില്ലേ അസത്ത്. അവൻ പോകുന്ന വഴിയെ നോക്കി അവർ പിറുപിറുത്തു. മായ ലേസിൻ്റെ പാക്കറ്റും പൊട്ടിച്ചു കഴിച്ചുകൊണ്ട് കൂടെ നടന്നു. കൈയിലും സാധനങ്ങൾ തൂക്കി മാധവി തളർച്ചയോടെ നടന്നു. ഒരു കവർ പിടിക്കുമോളെ, നല്ല വെയിറ്റ് ഉണ്ട്.
മാധവി ഒരു കവർ അവൾക്ക് നേരെ നീട്ടിക്കാണിച്ചു. മായ ചുണ്ടു ചുളുക്കി നോക്കി. എൻ്റെ കൈ വേദനിക്കും, അമ്മായി തന്നെ പിടിച്ചോ. അതും പറഞ്ഞ് കുറച്ചു മുൻപോട്ട് അവൾ നടന്നു. അവർ പുറകെയും. അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീയും വിച്ചുവും പരസ്പരം ഒഴിഞ്ഞു മാറി നടപ്പായിരുന്നു. ഓഫീസ് കാര്യങ്ങളല്ലാതെ ഇരുവർക്കുമിടയിൽ കാര്യമായ സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. ശ്രീ ഉള്ളിലൊരു പിടച്ചിലോടെ മാറി നിന്ന് അവളെ നോക്കും. ചിലപ്പോഴൊക്കെ അവന് തോന്നിപ്പോകും വീണ്ടും അടുക്കേണ്ടിയിരുന്നില്ലെന്ന്. ശ്രീയെ വേദനിപ്പിക്കുമെന്നറിയാമായിരുന്നിട്ടും ഇപ്പോൾ ഒരു അകൽച്ച അത്യാവശ്യമായിരുന്നുവെന്നാണ് അവളുടെ മനസ്സിൻ്റെ വാദം. ശ്രീ അറിയാതെ വിച്ചു ഇടയ്ക്കിടയ്ക്ക് ആരൂട്ടനെ കാണാൻ പോകും. അച്ഛനോട് പറഞ്ഞു കൊടുക്കല്ലേ എന്ന് ആരൂട്ടനെ ചട്ടം കെട്ടുകയും ചെയ്യും. അരുണിക്ക് അവൾക്ക് 2 പെട കൊടുക്കാൻ തോന്നും. അങ്ങനെ ഒരു ദിവസം ആരൂട്ടനെ കാണാൻ പോയ അന്നാണ് അരുണി അവളോട് ഓരോന്ന് പറഞ്ഞത്. ശ്രീയെ വേദനിപ്പിച്ചിട്ട് എന്തിനാടി നീ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്? ആരൂട്ടൻ നിന്നിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ വേദനിക്കുന്നത് ശ്രീ ആയിരിക്കും. ഇവന് മറ്റൊരു അമ്മയെ ശ്രീക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവനൊരു കാലം നല്ലൊരു ജീവിതം കിട്ടുകയില്ല. അരുണിയുടെ വാക്കുകൾ കേട്ട് വിച്ചു അവളെ തുറച്ചു നോക്കി. നീ എന്താ നോക്കി പേടിപ്പിക്കുന്നേ? സത്യമാണ് ഞാൻ പറഞ്ഞത്. നീ ഇനി മോനെ കാണാനോ അടുക്കാനോ ശ്രമിക്കരുത്. നിനക്ക് അവൻ്റെ അമ്മയാകാനും പറ്റില്ല, ശ്രീയെ സ്വീകരിക്കാനും പറ്റില്ല. നല്ലൊരു അമ്മയെ കിട്ടി ആരൂട്ടൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അരുണി ദേഷ്യത്തിൽ വണ്ടിയിൽ കയറിയിരുന്നു. വിച്ചു ഹാൻഡിലിൽ കൈവച്ച് തടഞ്ഞുകൊണ്ട് അരുണിയെ നോക്കി. കുട്ടിക്കലം പോലെ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്ന വിച്ചുവിനെ കണ്ട് അരുണി ചിരി കടിച്ചു പിടിച്ചു. പുറമെ ഗൗരവത്തിൽ അവളെ നോക്കി. അങ്ങനെ വേറൊരുത്തി എൻ്റെ മോൻ്റെ അമ്മയാവണ്ട, ഞാൻ അതിന് സമ്മതിക്കില്ല, വിച്ചു വാശിയോടെ പറഞ്ഞു. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ശ്രീ തീരുമാനിക്കും എന്തു വേണമെന്ന്, അരുണി ചുണ്ടി കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ആരൂട്ടിന് ഇനി അമ്മ ഞാനാ. വേറൊരുത്തി ആ സ്ഥാനത്ത് വന്നാൽ അവളെ ഞാൻ കൊല്ലും. വണ്ടി എടുക്കടി പോത്തെ. ചാടിത്തുള്ളി വണ്ടിയിൽ കയറിയിരിക്കുന്നവളെ കണ്ട് അരുണി ചിരി കടിച്ചു പിടിച്ചു. ഫോണിലെ കോൾ കട്ട് ചെയ്ത് അവൾ ഫോൺ ബാഗിലേക്കിട്ടു. അപ്പുറത്ത് അവളുടെ വർത്തമാനം കേട്ടിരുന്നവൻ്റെ മനസ്സ് നിറഞ്ഞു. ഒപ്പം തെളിഞ്ഞ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്ത് വിടർന്നു. നിന്റെ പ്രണയം സത്യമായിരുന്നു വിച്ചു. അതുകൊണ്ടാണ് കാലം എനിക്കായി വീണ്ടും നിന്നെ കാത്തുവെച്ചത്. ശ്രീ അവളെ ഓർത്ത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയറിൽ ചാരിക്കിടന്നു.